കോടിയേരിയുടെ മകൻ കോടികളുടെ കുരുക്കിൽ. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് ദുബായിൽ 13 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. ഇടത് MLAയുടെ മകനെതിരെയും പരാതിയുണ്ട്. ദുബായ് ആസ്ഥാനമായ ജാസ് ടൂറിസം കമ്പനി പരാതി പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകി. ദുബായ് കമ്പനി പ്രതിനിധികൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജെ സതീഷ് കുമാർ ചേരുന്നു. സതീഷ്, എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ? ഏത് വിധത്തിൽ ബിനോയ് തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി? സനീഷ്, ദുബായിലെ ടൂർ ഓപ്പറേറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് 13 കോടി രൂപ അവിടുന്ന് വായ്പ എടുക്കുകയും ഈ കമ്പനിയിൽ നിന്ന് വായ്പ എടുക്കുകയും അത് 13 കോടി ഏതാണ്ട് വായ്പ എടുത്ത തുകയും അതിൻ്റെ പലിശയും കൂടിയാണ് 13 കോടി രൂപ വരിക. അത്രയും പണം തിരിച്ചു നൽകാനുണ്ട്. അതിനായി പലപ്പോഴായി ആവശ്യപ്പെട്ട് മധ്യസ്ഥർ മുഖേന ശ്രമിക്കുകയും ചെയ്തു. കോടിയേരിയുടെ മകൻ ബിനോയ് കോടിയേരിയോടാണ് ഈ പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. മധ്യസ്ഥർ മുഖേന ഇടപെട്ടെങ്കിലും അത് തിരികെ നൽകിയില്ല. അതുകൊണ്ട് അവർ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നത് കാണിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ CPM കേന്ദ്ര നേതൃത്വത്തിന് ഒരു പരാതി നൽകി എന്ന് പറയുന്നത്. എന്തായാലും കമ്പനി അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര നേതാക്കളെ കണ്ട് ഈ പരാതി കൈമാറിയെന്നാണ്. എന്നാൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ അല്പസമയം മുൻപ് നമ്മളോട് 2 തവണ ആവർത്തിച്ച് പറഞ്ഞത് ഇത്തരത്തിൽ ആരും ഒരു കമ്പനിയുടെ പ്രതിനിധികളും ഒന്ന് കാണുകയോ അല്ലെങ്കിൽ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, ആരോപണങ്ങൾ മാത്രമാണ്, അല്ലാതെ നേരിട്ട് വന്ന് പരാതി നൽകുകയോ തന്നെ വന്ന് ഏതെങ്കിലും കമ്പനി പ്രതിനിധികൾ കാണുകയോ ചെയ്തില്ല എന്നാണ് യെച്ചൂരി മാധ്യമങ്ങളോട് ഔദ്യോഗികമായി പറയുന്നത്. എന്തായാലും ഈ കമ്പനി പറയുന്നത് ഇത് മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നിരുന്നു, ചെക്കുകൾ നൽകി, ആ ചെക്കുകളെല്ലാം മടങ്ങിപ്പോയി. അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ പണം തിരികെ കിട്ടാനുള്ള ശ്രമങ്ങൾ എന്ന രീതിയിലാണ് അവർ കമ്പനി പ്രതിനിധികൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. അവർ കേരളത്തിലുമെത്തി മറ്റുള്ള ഈ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തും, കൂടിക്കാഴ്ചകൾ നടത്തും. എങ്ങനെയെങ്കിലും പണം തിരികെ കിട്ടുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് മാധ്യമങ്ങളോട് വാർത്തയാകണമെന്നൊരു ലക്ഷ്യമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര നേതാക്കളെ കണ്ടു. അതിനുശേഷം ഇത് വാർത്തയായി പുറത്തു വരുന്നു എന്നാണ് കമ്പനി ഉടമകൾ അല്ലെങ്കിൽ കമ്പനി പ്രതിനിധികൾ പറയുന്നത്. അതുകൊണ്ടാണ് കമ്പനി പ്രതിനിധികൾ ഇതുവരെ പുറത്തു വന്ന് ഔദ്യോഗികമായി പരസ്യമായി ഈ ആരോപണം ഉന്നയിക്കാൻ തയ്യാറാകാത്തത് പോലും. എന്തായാലും വലിയ തോതിൽ CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. അതിനി സംസ്ഥാന നേതൃത്വം, സംസ്ഥാന നേതാക്കൾ എന്ത് മറുപടി പറയും എന്നാണ് അറിയേണ്ടത്. ഞാൻ തിരിച്ചു വരാം സതീഷ്, കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. പരാതി വ്യാജമാണ് എന്നാണ് ബിനോയ് കോടിയേരി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. തൻ്റെ പേരിൽ ഒരു പരാതി പോലും ദുബൈയിലില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാരണം കൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണത്തിന് ഇല്ല എന്നും ബിനോയ് വ്യക്തമാക്കി. എന്റെ പേരിൽ ഒരു പരാതിയും ദുബായിലില്ല. ദുബായ് കോടതിയിലോ ദുബായ് പോലീസിലോ എന്റെ പേരിൽ ഒരു പരാതിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യം എനിക്കില്ല. ഇത് ഒരു ഫേക്ക് പരാതിയാണോ? ഫേക്ക് പരാതിയാണ്. എനിക്കെതിരെ ഒരു പരാതിയും ദുബായിലില്ല, ഒരു കേസും ഇല്ല. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് PG പ്രബോധ് ചേരുന്നു. പ്രബോധാണ് നേരത്തെ അല്പം മുമ്പ് ബിനോയ് കോടിയേരിയോട് ടെലിഫോണിൽ സംസാരിച്ചത്. പ്രബോധ്, ഈ ബിനോയ് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണോ ഉള്ളത്? ഒപ്പം പാർട്ടി ഏതെങ്കിലും വിധത്തിൽ ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ടോ ഇതിനകം? പാർട്ടിയുടെ പ്രതികരണം ഔദ്യോഗികമായി ഇനിയും വന്നിട്ടില്ല. അല്പസമയം മുമ്പ് LDF കൺവീനർ വൈക്കം വിജയൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുമായി ബന്ധമില്ലാത്തൊരു വിവാദമാണിതെന്ന നിലപാടായിരുന്നു വൈക്കം വിജയനെടുത്ത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ AK സെന്ററിലെത്തുകയും സമീപത്തെ സ്വന്തം ഫ്ളാറ്റിലുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ച് AK സെന്ററിലെത്തുകയും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം സംസ്ഥാന സെക്രട്ടറിയും ആരോപണ വിധേയനായ ബിനോയ് കോടിയേരിയുടെ പിതാവ് കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നൽകും. എന്താണ് ഈ വിവാദത്തിലുള്ള വസ്തുതയെന്നും എന്താണ് നിലപാടെന്നുള്ളതും വിശദീകരിക്കും. എന്തായാലും പാർട്ടി നേതാക്കൾ അനൗപചാരികമായി പറയുന്നത് ഇതാണ്: ഏതെങ്കിലും രീതിയിൽ പാർട്ടി സംസ്ഥാന ഘടകത്തിനോ സംസ്ഥാനത്തെ ഭരണകൂടത്തിനോ, അതായത് ആഭ്യന്തര വകുപ്പിനോ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ ആധികാരികതയെക്കുറിച്ച് പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലില്ലെന്നാണ് CPM നേതാക്കൾ ഇതിനോടകം എടുത്തിട്ടുള്ള നിലപാട്. എന്തായാലും കോടിയേരിയും പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും പാർട്ടി നിലപാട് ഔദ്യോഗികമായി രൂപപ്പെടുകയും ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുക. തിരിച്ചു വരാം പ്രബോധ് താങ്കളിലേക്ക്. ജെ സതീഷ് കുമാർ ഡൽഹിയിൽ നിന്ന് തുടരുന്നു. സതീഷ്, പാർട്ടിക്കകത്ത് കോൺഗ്രസ് ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിവാദം ഒരു ഭാഗത്തുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഏത് നിലക്കാണ് CPMനെ ഈ വാർത്ത? ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ വലിയ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായിരിക്കുന്നു. അത് എല്ലാവരും ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ആരോപണ വിധേയനായിരിക്കുന്ന ഈ സാഹചര്യം എങ്ങനെയായിരിക്കും പാർട്ടി സമ്മേളനങ്ങളെയും മറ്റും ബാധിക്കുക? സനീഷ്, എന്തായാലും പാർട്ടി സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. 27-ാം തീയതി കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിനു മുൻപാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവും അതുപോലെ പാർട്ടി സംസ്ഥാന
സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഇത്തരം ഒരു ആരോപണം വരുന്നത്. മറ്റൊരു കാര്യം, കൊൽക്കത്തയിലെ കേന്ദ്ര കമ്മിറ്റി അവസാനിച്ചത് വലിയ തോതിലുള്ള ഒരു വിഭാഗീയതയുടെ അവസാനം എന്ന നിലയിലായിരുന്നു. വലിയ തോതിൽ വിഭാഗീയതയിലായിരുന്നു. കാരണം കാരാട്ട് പക്ഷവും യെച്ചൂരി പക്ഷവും രണ്ടായി തിരിയുന്ന ഒരവസ്ഥ, അതിൽ തന്നെ യെച്ചൂരി പക്ഷത്തിന് വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന അവസ്ഥ. അങ്ങനെ അത് രണ്ട് ഘടകങ്ങളുടെ ഒരു പോര് കൂടിയായിരുന്നു, കേരള ഘടകത്തിൻ്റെയും ബംഗാൾ ഘടകത്തിൻ്റെയും. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഈ കമ്പനിയുടെ പ്രതിനിധികൾ വന്ന് കേന്ദ്ര നേതൃത്വത്തെ കണ്ടു എന്ന് പറയുമ്പോൾ പോലും അത് ജനറൽ സെക്രട്ടറിയാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. ജനറൽ സെക്രട്ടറിയെ കണ്ടാണ് ഈ കമ്പനി അധികൃതർ പരാതി നൽകിയതെങ്കിൽ ആ കമ്പനി പ്രതിനിധികൾക്ക് പരാതി മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ വാർത്ത എങ്ങനെ പുറത്തു വന്നു എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നു. അതും ഈ വിഭാഗീയതയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ ഉറപ്പാണ്. പാർട്ടി വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിലുണ്ട്. ഒപ്പം ഈ സീതാറാം യെച്ചൂരിയുടെ നിലപാടിനെതിരെ ഏറ്റവും ശക്തമായി നിന്നത് കേരളത്തിലെ നേതാക്കളും കേരളത്തിലെ ഘടകവുമാണ് എന്നതും അവിടെയുണ്ട്. ഈ വാർത്ത കമ്പനിക്കകത്തുകൂടെ അല്ലാതെ പുറത്തേക്ക് വരികയാണ്. വാർത്തയുടെ വസ്തുത മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇത് ഏത് നിലക്കാണ് കേരള ഘടകവും കേന്ദ്ര നേതൃത്വവുമായുള്ള പ്രശ്നത്തിന്, സംഘർഷത്തിന് കാരണമാവുക? അങ്ങനെ ഉണ്ടാകുമോ? സനീഷ്, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഈ വാർത്ത ഈ പരാതി കേന്ദ്ര നേതൃത്വത്തിന് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ജനറൽ സെക്രട്ടറിയുടെ പക്കൽ തന്നെ എത്തിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം സംസ്ഥാന നേതാക്കളുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തണം, ഇതിൻ്റെ ആധികാരികത ചോദിച്ചറിയണം. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന് തുടർ നടപടികൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. കാരണം ഒരു പാർട്ടി നേതാവിനെതിരെയല്ല, നേതാവിൻ്റെ മകനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിജസ്ഥിതി ചോദിച്ചറിയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പല വിഷയങ്ങളിലും പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയ സമീപനത്തിൻ്റെ കരുത്തലായാലും പലപ്പോഴും രണ്ട് തട്ടിലാണ് നിലകൊണ്ടിട്ടുള്ളത്. മുൻപ് VS പിണറായി തർക്കങ്ങളുണ്ടായ സമയത്തെല്ലാം തന്നെ VS അച്യുതാനന്ദനൊപ്പം നിന്നിട്ടുള്ള ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. അത് സംസ്ഥാന ഘടകത്തിന് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് സംസ്ഥാന ഘടകത്തിന് അത്രയേറെ അടുപ്പമുള്ള അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട നേതാവാണ് യെച്ചൂരി എന്ന് പറയാൻ കഴിയില്ല. ഈ രീതിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരിയുമായി ഈ കമ്പനിയുടെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ പരാതികൾ നൽകിയിരുന്നു എന്നാണ് നമുക്ക് കമ്പനി ഉടമകളിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനി പ്രതിനിധികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല അത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് താല്പര്യമില്ലായിരുന്നുവെന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വാർത്ത പുറത്തു വന്നു എന്ന ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഇതിൻ്റെ സനീഷ് നേതൃത്വത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് എന്ത്, ഈ കേസിൽ എന്ത് നിയമ നടപടി, അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നതിനേക്കാൾ ഉപരിയായി ഇതിനെ ഏതെങ്കിലും തരത്തിൽ, ഈ കേസിനെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും നേട്ടത്തിന്, പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചോ എന്ന ചർച്ചയും വളരെ സജീവമായി പാർട്ടിക്കുള്ളിലുണ്ടാകും. തിരിച്ചു വരാം സതീഷ്. ദുബായ് കമ്പനിയിൽ നിന്നും പണം തട്ടിയെടുത്തു ബിനോയ് കോടിയേരി എന്ന കേസിൽ സംസ്ഥാന നേതാവിൻ്റെ മകനെതിരെ, ബിനോയ് കോടിയേരിക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. Copy of the complaint is just out. So, you received it? No. Nothing has come to it. Will you examine if such a complaint comes to you? Let us see. There's nothing that has come. Allegation seems serious, right? There's nothing I can say. There's nothing I know. No, but the company released the copy of the complaint. I do not know. There's nothing that has come to me. How they met you? How they met you? There's nothing that I can comment on. If there is anything that comes to us, then we will react. CPM നേതാവിൻ്റെ മകനെതിരായ പരാതിയെക്കുറിച്ച് ചോദിക്കേണ്ടവരോട് ചോദിക്കണമെന്ന് മന്ത്രി MM മണി പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്നും മന്ത്രി പറഞ്ഞു. അത് ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത വേറെ കാര്യം. വൈക്കോലിട്ട് ചക്ക വെട്ടരുത് കുഴപ്പമാണ്. അത് വേണ്ട, അത് നിങ്ങൾ വേറെ അതിൻ്റെ ആളുകളോട് ആരോടെങ്കിലും ചോദിക്കരുത്. ഇത് വേറെ വിഷയമാണ്, ഔദ്യോഗിക വിഷയമാണ് പറയുന്നത്. അതിനിടയിൽ ഇതിലുണ്ടെന്ന് കൂടെ ഉണ്ടെന്ന് ഒരുമാതിരി ഏർപ്പാട്, അത് മോശം. ഓക്കെ, അത് നിങ്ങൾ ചോദിക്കേണ്ടവരോട് പോയി ചോദിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ ആരോപണങ്ങളിൽ CPMന് ബന്ധമില്ലെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. ആരോപണം ഉയർന്നത് തൊഴിൽ സംബന്ധമായ വിഷയത്തിലായിരിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ആരായാലും ശരി, അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു വാർത്ത അതിൻ്റെ ഉള്ളടക്കമൊന്നും എന്തായാലും അങ്ങനെ ഒരു സംഭവം ആ രീതിയിൽ ഇതിന് മുമ്പൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഇതെന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എന്താണെന്ന് പിന്നീട് അന്വേഷിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ കോടിയേരിയുടെ മകൻ അങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവരവിടെ ജോലിയുണ്ട്.
കുട്ടികൾ എന്തെങ്കിലും ജോലിയോ മറ്റു കാര്യങ്ങളോ അന്വേഷിച്ച് പോകുമ്പോൾ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. പക്ഷേ വേറെ എന്തെങ്കിലും അതിൻ്റെ മറ്റ് വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം പറയാം. മുതിർന്ന CPM നേതാവിന്റെ മകനെതിരെ ഉയർന്ന തട്ടിപ്പ് കേസ് ഗൗരവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഭവത്തെക്കുറിച്ച് CPM പ്രതികരിക്കണമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ഇന്ന് ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന വാർത്ത ശരിയാണെങ്കിൽ അത് അതീവ ഗുരുതരമായ കാര്യമാണ്. ആരുടെ നേതാവാണ്, ഏത് നേതാവാണെന്നും ഏത് നേതാവിൻ്റെ മകനാണെന്നും അതിൽ പരാമർശിച്ചിട്ടില്ല. ആരുടേതാണെങ്കിലും അത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് ഞാൻ ഇപ്പോൾ പറയാൻ കഴിയും. കാരണം അതിന് വിശദാംശങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല. തീർച്ചയായിട്ടും CPMന്റെ ഒരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അവരുടെ ഒരു ഉന്നതനായ പാർട്ടി നേതാവിന്റെ മകനെ പറ്റിയുള്ള പരാമർശമാണ് സ്വാഭാവികമായും ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ഇതിനെപ്പറ്റി ഒരു പ്രതികരണം വരുമെന്നാണ് പ്രതീക്ഷിക്കുക. ആരാണെന്നുള്ളത് ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ദുബായ് കമ്പനി പരാതി നൽകിയത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്ക് എതിരെയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ പറഞ്ഞു. നേരത്തെ അദ്ദേഹത്തിന്റെ പേര് പുറത്തുവരുന്നതിന് മുമ്പാണ് K. സുരേന്ദ്രൻ ഈ പ്രസ്താവന നടത്തിയത്. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഞാൻ പിന്നെ വെറുതെ പറഞ്ഞാണോ ഇത് ബിനോയ് കോടിയേരിയാണ്. ഇത് നിങ്ങൾക്ക് പേടിയുണ്ടാവുമായിരിക്കും, എനിക്കതിൽ പേടിയൊന്നുമില്ല. ബിനോയ് കോടിയേരിയുടെ പേരിലാണ് ഈ ആരോപണം. അതുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് എന്താണ് അവരുടെ നിലപാടെന്ന് പറയണം. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഇല്ലെങ്കിൽ അവർ പറയട്ടെ അയാളല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബിനോയ് കോടിയേരിയുടെ പേരിലുള്ള കമ്പനിയാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ്. ഞാൻ പിന്നെ വെറുതെ പറഞ്ഞാണോ ഇത് ബിനോയ് കോടിയേരിയാണ്. ഇത് നിങ്ങൾക്ക് പേടിയുണ്ടാവുമായിരിക്കും, എനിക്കതിൽ പേടിയൊന്നുമില്ല. ബിനോയ് കോടിയേരിയുടെ പേരിലാണ് ഈ ആരോപണം. അതുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് എന്താണ് അവരുടെ നിലപാടെന്ന് പറയണം. തിരുവനന്തപുരത്ത് നിന്ന് PG പ്രബോധ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രബോധ്, ഏതെങ്കിലും വിധത്തിലുള്ള ആലോചനകൾക്കായി കമ്പനി പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഹരീഷ്, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ പരാതിക്കാരനായ രാഹുൽ തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം തലസ്ഥാനത്ത് ചില കൂടിയാലോചനകൾ, അതായത് ഒരു പരാതി സംബന്ധിച്ച ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമിക്കുന്നു. ദുബായിൽ നിന്നുള്ള സംഘം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അവർ CPM നേതൃത്വവുമായി അനൗപചാരിക ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തുവിടാൻ കഴിയുന്നത്. അവർ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് ചില CPM നേതാക്കളുമായി അനൗപചാരികമായ ചർച്ച നടത്തി. ഈ പരാതി പിൻവലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തലസ്ഥാനത്ത് തകൃതിയായി നടക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും അതിന്റെ ചുവട് പിടിച്ച് വേണം ഇപ്പോൾ AK സെന്ററിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഒരുപക്ഷെ ഇന്ന് ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ സംസ്ഥാന പോലീസിനും അതുപോലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകാനും ഈ പരാതിക്കാർ ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇവർ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ഇവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണം പ്രബോധ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം, ഓഫീസിന്റെ ഭാഗത്തു നിന്നോ മറ്റോ ഏതെങ്കിലും വിശദീകരണമുണ്ടോ? ഒരു തരത്തിലുള്ള വിശദീകരണവും ഈ നിമിഷം വരെ വന്നിട്ടില്ല. നിയമസഭയിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രി നേരെ AK സെന്ററിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം ഫ്ളാറ്റ് AK സെന്ററിന് എതിർവശത്തുള്ള ഫ്ളാറ്റിലുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി എത്തിയതിന് തൊട്ട് പിന്നാലെ AK സെന്ററിലേക്ക് എത്തി. ഇരു നേതാക്കളും തമ്മിൽ ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടക്കുന്നു എന്ന വിവരമാണ് നമുക്ക് AK സെന്ററിൽ നിന്ന് നൽകാൻ കഴിയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഒരു ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തുടങ്ങിയതായുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങളും ഈ പരാതിക്കാർ തിരുവനന്തപുരത്തെത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്കുള്ള ആദ്യഘട്ട ശ്രമങ്ങൾ നടന്നത്. എന്തായാലും ഇനി ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക ഈ പരാതിക്കാരായ ദുബായ് കമ്പനിയും അവരോടൊപ്പമുള്ള മലയാളിയായ രാഹുൽ എന്ന വ്യക്തിയും ഈ രണ്ടുപേരും എടുക്കുന്ന നിലപാടായിരിക്കും. ഇവർ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി പരാതി നൽകുകയാണെങ്കിൽ അത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. മറിച്ച് തങ്ങൾക്ക് ഇത്തരമൊരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. മുഖ്യമന്ത്രിയുമായി കോടിയേരി ബാലകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തുകയാണ് പാർട്ടി ആസ്ഥാനത്ത്. ഒപ്പം ഈ കേസ് പരാതി പിൻവലിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനുവേണ്ടിയുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടെയുണ്ട്. CPMനെ ഗൗരവതരമായി ബാധിക്കാവുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്.